89.6 FM Sargakshetra SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്നത്തെ SK ജംഗ്ഷൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ജൂൺ 12 നമ്മൾ ആചരിക്കുമ്പോൾ ലോകത്ത് എമ്പാടും ഈ ഒരു ദിവസം ആചരിക്കുകയാണ്. നമ്മളും ഇന്ന് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനിലൂടെ ഈ ഒരു ദിവസം ആചരിക്കുന്നു. എങ്ങനെ ആചരിക്കുന്നു നോക്കുവാണെങ്കിൽ ചൈൽഡ് ലേബർ നമ്മുടെ കണ്ണിൽ പെട്ടാൽ അല്ലെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുവാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള അവകാശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കേട്ടറിഞ്ഞുകൊണ്ടാണ് SK ജംഗ്ഷനിൽ നമ്മൾ ആചരിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാൻ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, കോട്ടയം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ജോ. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ നമ്മൾ ആചരിക്കുകയാണ്. സാർ ഒരു സൈക്കോളജിസ്റ്റാണ്, അതുപോലെ തന്നെ സൈക്കാട്രി കൗൺസിലറാണ്. ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ കണ്ടിട്ടുണ്ട്, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ പല സിറ്റുവേഷൻസ് സാറ് കണ്ടിട്ടുണ്ട്. അപ്പം 2025 നമ്മൾ ഈ ഒരു ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ അതും ലോകമെമ്പാടും ആചരിക്കുമ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രസക്തി എന്തുമാത്രമാണ് ഇന്നത്തെ ഒരു കാലത്ത്? 2002 മുതലാണ് ഈ ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, ആഗോളതലത്തിൽ ഏകദേശം 160 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെടുന്നതായിട്ടാണ് ഏറ്റവും പുതിയ കണക്കുകളൊക്കെ വ്യക്തമാക്കുക. അങ്ങനെ നോക്കുമ്പോൾ 10 കുട്ടികളിൽ ഒരാൾ വീതം ലോകത്തിൽ ബാലവേല ഒരു വലിയ ചൂഷണമാണ്, കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു ചൂഷണമാണ്. അപ്പം ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ പകുതിയും ഏകദേശം 79 ദശലക്ഷം കുട്ടികളും അവരുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും നേരിട്ട് അപകടമുണ്ടാക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. നമുക്കറിയാം, താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളും ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലും അനേകം കുട്ടികളെ ബാലവേലയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആഗോളതലത്തിൽ ഏകദേശം 63 ദശലക്ഷം പെൺകുട്ടികളും 97 ദശലക്ഷം ആൺകുട്ടികളും ബാലവേല എന്ന് പറയുന്ന വലിയ ചൂഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്കെതിരായിട്ടുള്ള ചൂഷണം തടയുന്നതിന് വേണ്ടിയാണ് ബാലവേല വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുക. നമ്മൾ 2025 ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എതിരായിട്ടുള്ള ബാലവേല എന്ന് പറയുന്ന വലിയ ചൂഷണം നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ലോകരാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അപ്പം ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബാലവേല വിരുദ്ധ ദിനം എല്ലാ വർഷവും ജൂൺ 12 ലോകം മുഴുവനായിട്ട് നമ്മൾ ആചരിക്കുക. യെസ്, അപ്പം ഞാൻ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു. 2002 തുടങ്ങിയതാണ്, ബട്ട് സ്റ്റിൽ അത് ഉണ്ട്, അതിൻ്റെ ഒരു അംശങ്ങൾ. എനിക്കൊന്ന് കേരളത്തിൽ അത്രമാത്രം ഉണ്ടോ സാർ ചൈൽഡ് ലേബർ? ഇപ്പം കേരളത്തിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്ക് അല്ലെങ്കിൽ ഒരു ഏകദേശം പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണപ്പെടാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ വളരെ കുറവാണ്. നമ്മളെപ്പോഴും കേരള മോഡൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ ഏറ്റവും കുറവ് തന്നെ കേരളത്തിലാണ്. കാരണം വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹിക സാംസ്കാരിക, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയും നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ബാലവേല എന്ന് പറയുന്ന ഒരു സാമൂഹിക തിന്മ നമുക്ക് തുടച്ചു മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ചില ഇടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനത്തു നിന്നുള്ള നമ്മുടെ അതിഥി തൊഴിലാളികളിലൊക്കെ കടന്നു വരുവോടുകൂടിയായിട്ട് അവരുടെ കുട്ടികളെ ചില ഇടങ്ങളിലൊക്കെ ബാലവേലയ്ക്കായിട്ട് അവർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂഷണം ആരുടെ ഏത് വ്യക്തിയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തും. ഒരുപക്ഷെ നമ്മൾ കാണുന്ന തെരുവോരങ്ങളിലോ അല്ലെങ്കിൽ ടീ ഷോപ്പുകളിലോ ഫാക്ടറികളിലോ മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ കുട്ടികൾക്കെതിരായിട്ടുള്ള ബാലവേല കണ്ടു കഴിഞ്ഞാൽ, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേല കണ്ടു കഴിഞ്ഞാൽ പോലീസിനെയോ ചൈൽഡ് ലൈനെയോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനെയോ അല്ലെങ്കിൽ ലേബർ ഓഫീസിനെയൊക്കെ വിവരം അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ശക്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടലുകൾ നടത്തുകയും ഈ കുട്ടികളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ട് അവരുടെ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തിയതിന് ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കുകയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത്തരത്തിലുള്ള കുട്ടികളുടെ പുനരധിവാസത്തിനും അവരുടെ ചൂഷണം തടയുന്നതിനും അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുന്നതിനും സന്തോഷകരമായിട്ടുള്ള ഒരു ബാല്യം ഉറപ്പുവരുന്നതിനും
നമ്മൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കും. സാറ് പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഒരു വാക്കുണ്ട്, അതായത് സന്തോഷകരമായിട്ടുള്ള ഒരു ബാല്യം ഉറപ്പാക്കുക. പക്ഷെ അതിനെ തടയുന്ന ഒന്നാണ് ഈ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. അപ്പം അവരുടെ അവകാശം, കുട്ടികളുടെ അവകാശം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത്തരം കാഴ്ചകൾ കാണുവാണെങ്കിൽ നമ്മൾ ശക്തമായിട്ട് അതിനെ പ്രതികരിക്കണം. ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്കുള്ള ഒരു അറിവുകളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിയുന്നത്. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ സ്പെഷ്യൽ SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ദിവസത്തോടനുബന്ധിച്ച് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, കോട്ടയം. സർ, നമ്മളിന്ന് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവുകൾ ഓരോന്ന് നേടിക്കൊണ്ട് ഈ അറിവുകൾ നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, പ്രാവർത്തികമാക്കുകയും വേണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. കാരണം അത്രയ്ക്കും അവകാശമുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കുഞ്ഞു മക്കൾ എന്ന് പറഞ്ഞത്. നാളത്തെ തലമുറയാണ് അവർ, നാളത്തെ ഇഗ്നൈറ്റഡ് മൈൻഡാണ് അവരെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അവരുടെ ഈ ഒരു വിദ്യാഭ്യാസം തടയുന്ന എന്തുമായിക്കോട്ടെ അതിനെതിരെ പ്രവർത്തിക്കണം, അതിനെതിരെ ശക്തമായി നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട്, ഇത് നമ്മൾ ആവേശം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരിക്കും. ഓക്കെ, സോ കോൾഡ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഏതൊക്കെ ജോലികൾ ചെയ്യുമ്പോഴാണ് ഈ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്, ബാലവേല എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഈ സാധാരണ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തരത്തിലും ശാരീരികവും മാനസികവും സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള വളർച്ചയ്ക്ക്, കുട്ടികളുടെ വളർച്ചയ്ക്ക് ദോഷകരമായും അപകടകരവുമായിട്ടുള്ള വിധത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ജോലികളിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബാലവേല എന്ന് പറയുക. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പഠിക്കുക എന്ന് പറയുക ഏതൊരു കുട്ടിയുടെയും അവകാശമാണ്. അതോടൊപ്പം സാമൂഹികവും ധാർമ്മികവും വൈകാരികവും ഒക്കെ ആയിട്ട് ഒരു വളർച്ച അവൻ്റെ കൗമാര കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ ബാലവേലയിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി ബാലവേലയിൽ ഏർപ്പെടുമ്പോൾ അവൻ്റെ അവകാശങ്ങൾ, അവൻ്റെ വളർച്ച അവിടെ മുരടിക്കുകയും അല്ലെങ്കിൽ നിഷേധിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, ബാലവേല, പലതരത്തിലുള്ള ബാലവേലകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, കേരളത്തിൽ ബാലവേലകളുടെ എണ്ണം വളരെ കുറവാണ്. ഒറ്റപ്പെട്ട ഇടങ്ങൾ മാത്രമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. എന്നാലും ബാലവേലയെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് സംസാരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ദാരിദ്ര്യത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വീടിനോട് ചേർന്നുള്ള, കൂടുതലും നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കാണുക. വീടിനോട് ചേർന്നുള്ള ഫാമുകളിലും ചില കുടിൽ വ്യവസായങ്ങളിലും അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങളിലും അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ചില ഫാക്ടറികളിൽ, മൈനുകൾ, അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ബാലവേല ചെയ്യാറുണ്ട്. പക്ഷേ അത് കുട്ടികളുടെ ജീവന് തന്നെ വലിയ അപകടമാണ്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കഠിനമായിട്ടുള്ള ചൂടാണ്, താപനിലയാണ്. അല്ലെങ്കിൽ ദീർഘനേരം ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ അവരുടെ തന്നെ ജീവനും ആരോഗ്യത്തിനും ഒക്കെ ഇത് അവരെ വളരെ ഹാനികരമായിട്ട് ബാധിക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കുട്ടികളെ ഈ ക്വാറികളിൽ, നമുക്കറിയാം, ക്വാറികളിലും പാറമടകളിലുമൊക്കെ വലിയ ചൂടും അതോടൊപ്പം അപകടം നിറഞ്ഞ സാഹചര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇത് കുട്ടികളുടെ ജീവനെ തന്നെ ബാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും കുട്ടികളെ ബാലവേലയ്ക്ക് ഈ മത്സ്യബന്ധന മേഖലകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ദീർഘനേരം ചില മാതാപിതാക്കൾ കടലിൽ പോകുമ്പോൾ അവരുടെ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. നമുക്കറിയാം, മത്സ്യബന്ധനം എന്ന് പറയുക വളരെ അപകടം നിറഞ്ഞതാണ്. അപ്പം അത്ര നീന്തലിലും മറ്റും വൈദഗ്ധ്യമില്ലാത്ത ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ നിത്യവും കാണുന്നതാണ്, നമ്മൾ തെരുവുകളിലൂടെയൊക്കെ പോകുമ്പോൾ ചില ടോയ്സോ പേനയോ മൊബൈൽ ഹോൾഡറോ ഒക്കെ വിൽക്കുന്ന നിരവധി കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അവർ വെയിലും മഴയും പ്രതികൂല സാഹചര്യങ്ങളും പൊല്യൂഷനും ഒക്കെ അനുഭവിച്ച് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് വലിയ ജീവന്, പ്രത്യേകിച്ച് പുറത്ത് കൊടും ചൂടും കൊടും മഴയുമൊക്കെ ആണെങ്കിലും, കനത്ത മഴയൊക്കെ ആണെങ്കിലും അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് കുട്ടികൾ നിൽക്കുകയാണ്. അപ്പോൾ അവർ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വലിയ ചൂടും ഒക്കെ ഇവരുടെ ജീവനെ ബാധിക്കാറുണ്ട്.
ഓക്കെ, അങ്ങനെ ഇപ്പം എന്താണ് ബാലവേല? ബാലവേല എന്ന് പറയുന്നതിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് തുടങ്ങിയത് നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് ജൂൺ 12 വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ എന്താണ് ബാലവേല, ബാലവേലയ്ക്കെതിരെ നമുക്കുള്ള നിയമങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇനി കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. ഇന്ന് ജൂൺ 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ നമ്മൾ ലോകമെമ്പാടും ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ബാലവേലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബാലവേല, എന്തൊക്കെയാണ് ബാലവേല എന്നതിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിയുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോട്ടയം ആൻഡ് ഓൾസോ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് കൗൺസിലർ. സർ, എന്തൊക്കെയാണ് ചൈൽഡ് ലേബറിനെതിരെ നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 24 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയും ഒരു സാഹചര്യത്തിലും അപകടകരമായിട്ടുള്ള ഒരു ജോലിയിലും ഏർപ്പെടുത്തല്ല എന്ന് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 years ഷാൽ ബി എംപ്ലോയ്ഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ ഓർ എൻഗേജ്ഡ് ഇൻ എനി ഹസാഡസ് എംപ്ലോയ്മെൻറ്റ്. അത് നമ്മുടെ ഭരണഘടന കുട്ടികൾക്ക് കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ബാലവേലയ്ക്ക് ഉപയോഗിക്കരുതെന്ന് വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന ചില എക്സെപ്ഷൻസ് തരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടല്ലോ, ഹസാഡസ് അല്ലാത്ത ജോലികൾ, ഇപ്പം മാതാപിതാക്കന്മാരെ സഹായിക്കുക, വീട്ടിനോട് ചേർന്നുള്ള കുഞ്ഞു കുഞ്ഞ് പൂന്തോട്ടത്തിൽ സഹായിക്കുക, പച്ചക്കറി വെള്ളമൊഴിക്കുക, വളമിടുക, അത്തരത്തിലുള്ള ജോലികൾ കുഴപ്പമില്ല. അത് കൃത്യമായിട്ട് തന്നെ ഭരണഘടന പറയുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ ജോലികളാണ് അപകടം നിറഞ്ഞ കുട്ടികളുടെ ജീവനും അവൻ്റെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള ജോലികൾ ഒരു കാരണവശാലും 14 വയസ്സ് വരെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് വളരെ കർശനമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1986 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. അപ്പം അതിനുശേഷം അതിൻ്റെ അകത്ത് ഭേദഗതികൾ കൊണ്ടുവന്നത് 2016. അപ്പം നമ്മുടെ ഈ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ടിൻ്റെ അത് വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട്, 14 വയസ്സ് വരെ ഒരു കാരണവശാലും കുട്ടികളെ ജോലിക്കായിട്ട് ബാലവേലയ്ക്കായിട്ട് ഉപയോഗിക്കരുതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കുട്ടികളുടെ ഈ കൗമാര കാലഘട്ടത്തിൽ പറയുന്നുണ്ട് നമുക്ക് കുട്ടികളെ ചില ഹസാഡസ് അല്ലാത്ത ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവന് ഭീഷണി ഇല്ലാത്ത, അവൻ്റെ വ്യക്തിത്വതയും വളർച്ചയും മാനസിക, ശാരീരിക, വൈകാരിക വളർച്ചയ്ക്കും അവൻ്റെ വിദ്യാഭ്യാസത്തിനൊന്നും ഭീഷണിയല്ലാത്ത തരത്തിലുള്ള ജോലികൾ പഴയ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ജോലികളാണ് ചെയ്യിപ്പിക്കാവുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ആക്ട് നിർദ്ദേശിക്കുന്ന ജോലികൾ മാത്രമേ ഉള്ളൂ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുള്ളൂ. ഇത്തരത്തിലുള്ള ബാലവേല വഴിയായിട്ട് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം അല്ലെങ്കിൽ ബാലവേല ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ഇന്ത്യൻ ഭരണഘടനയും ആക്ടും 6 മാസം മുതൽ 2 വർഷം വരെയും 20,000 മുതൽ 50,000 വരെയും തടവ് പോലും നിർദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒഫൻസ് ഫസ്റ്റ് ഒഫൻസ് ആണെങ്കിൽ 3 മാസം മുതൽ 1 വർഷം വരെയും 10,000 മുതൽ 20,000 വരെയും ഈ തൊഴിലുടമ അല്ലെ തൊഴിൽ ദാതാവ് ഇത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, ബാലവേല വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ 6 മാസം മുതൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ 6 മാസം മുതൽ 2 വർഷം വരെയും 20,000 മുതൽ 50,000 വരെയും പിഴയും ഈടാക്കുന്നതാണ്. ചില സാഹചര്യത്തിൽ തടവും പിഴയും ഇവർക്ക് ഈ തൊഴിൽ ദാതാവിന് ഈടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ഇപ്പം കുട്ടികൾക്ക് ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിതമായി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന തൊഴിൽദാതാവിന് എന്താണ് ലഭിക്കുന്ന ഒരു ഫലം എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. അപ്പം അതുപോലെ തന്നെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവും വൈകാരികവും ധാർമ്മികവും വിദ്യാഭ്യാസത്തിനുമൊക്കെ ഭീഷണിയാക്കുന്ന ഈ ഒരു ബാലവേലയ്ക്കെതിരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ട് അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി. ഇന്നത്തെ SK ജംഗ്ഷനും ഈ ഒരു സ്പെഷ്യൽ ഡേയോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോട്ടയം. സർ, നമ്മൾ ചൈൽഡ് ലേബറിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ചൈൽഡ് ലേബറിലേക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബാലവേലയിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ബാലവേലയുടെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ സാർ, അതൊന്ന് വിവരിക്കാമോ? കുട്ടികൾ പ്രധാനമായിട്ടും ഈ ബാലവേലയിൽ ഇറങ്ങുവാൻ കാരണം വീട്ടിലെ സാഹചര്യങ്ങളാണ്. കടുത്ത ദാരിദ്ര്യം, ചിലപ്പോൾ തൊഴിലില്ലായ്മ, മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മ, അവരുടെ അസുഖങ്ങൾ, തീരാ രോഗങ്ങൾ, അങ്ങനെ വീട്ടിലെ പ്രത്യേകമായിട്ടുള്ള പല സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, വീട്ടിലെ ബ്രെഡ് വിന്നേഴ്സ് ചിലപ്പം അച്ഛനോ അമ്മയോ, അവരുടെ ആകസ്മികമായിട്ടുള്ള മരണം, ജോലിയില്ലായ്മ, രോഗങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അകറ്റുവാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ കുട്ടികൾ ഇത്തരത്തിൽ ബാലവേലയ്ക്കായിട്ട് ഇറങ്ങുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റ് പല കാരണങ്ങൾ, ഒരു കൃത്യമായിട്ടുള്ള വരുമാനത്തിൻ്റെ അഭാവം, അല്ലെങ്കിൽ ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ അഭയാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഭയാർത്ഥി ലേബർ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ അഭയാർത്ഥികളൊക്കെ മറ്റ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, വരുമാനമില്ലാതെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് അവർ ബാലവേലയ്ക്കായിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം സാറ് പറഞ്ഞപ്പം കാരണങ്ങൾ പറഞ്ഞപ്പം ഇതാണ് ഇവരുടെ കാരണങ്ങൾ. ഇതിനകത്തൊരു വൈകാരികമായിട്ടുള്ള ഒരു എഫക്റ്റും കൂടെ വരുന്നുണ്ട്. അതായത് അവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റില്ലാത്തതുകൊണ്ടല്ല, അച്ഛനില്ലാത്തതുകൊണ്ടല്ലേ. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ അവരെ ചിലപ്പം തൊഴിൽ കൊടുക്കുകയായിരിക്കും. ഇപ്പം തൊഴിൽ ദാതാവിന് അത് എത്രമാത്രം അതിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അച്ഛൻ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയാൽ, കുടുംബത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അവർ ഈ ജോലി ചെയ്യുന്നത് തന്നെ. അത് കണ്ടിട്ടായിരിക്കും ചില ആളുകൾ കുട്ടികൾക്ക് ജോലി, ഓക്കെ നീ എന്നാ ചെയ്തു, ഇത്ര ശതമാനം നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് അവർക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. അപ്പം അത് ബാലവേലയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് ഒന്ന് ഇതാക്കി മാറ്റാം, ശരിയാക്കി മാറ്റാം? നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പഠിക്കുക എന്ന് പറയുക ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ആക്ച്വലി 2009 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികളും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അത് 2009 ഈ ആക്ട് വന്നത്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തത് 2010. അപ്പോൾ 14 വയസ്സ് വരെ എല്ലാ കുട്ടികളും പഠിക്കുക. കാരണം ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുക കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ പഠിച്ച് വളർന്ന് രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട കുട്ടികൾ ഒരുപക്ഷെ അവർ ഇത്തരത്തിൽ ബാലവേലയിൽ ഏർപ്പെടുമ്പോൾ രാഷ്ട്രത്തിന് തന്നെ, നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിൻ്റെയൊക്കെ വളർച്ചയാണ് ബാധിക്കുക. നമ്മൾ ഇന്ത്യയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ്, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മുടെ പോപ്പുലേഷന് നല്ലൊരു ശതമാനം യുവാക്കളാണ്, അല്ലെ കുട്ടികളൊക്കെയാണ്. അപ്പം ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി, ലോകത്തിന് തന്നെ ഭാവി നിർണ്ണയിക്കേണ്ടവരാണ് ഓരോ കുട്ടികളും. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെടുമ്പോൾ നമ്മളതിനെ വൈകാരികമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അവർ പഠിച്ച് മിടുക്കന്മാരും സമൂഹത്തിൻ്റെ ഒരു റിയൽ അസറ്റായിട്ട് മാറേണ്ടവരാണ് ഓരോ കുട്ടികളും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ബാലവേലയിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ വളർച്ചയെ അത് ബാധിക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ വൈകാരികമായിട്ട് കാണേണ്ട കാര്യമില്ല. കുട്ടികളെ ഉപയോഗിച്ച് ബാലവേല ആര് ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ കർശനമായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പെനാൽറ്റി ഉണ്ട്. അതോടൊപ്പം 1 വർഷം മുതൽ 2 വർഷം വരെയും 6 മാസവും ഒക്കെ തടവും ഒക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അവർക്ക് കൊടുക്കും. നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. അത് കിട്ടാതെ വരുന്ന സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ബാലവേല മൂലം ഇത്തരം ഒരു അവരുടെ അവകാശം ലംഘിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേരെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. ഇനിയും പാട്ടുകൾക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ ചൈൽഡ് ലേബർ സംബന്ധിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. സോ കേൾക്കാം, അറിയാം. SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി. ഇന്ന് ജൂൺ 12. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഈ ബാലവേലയ്ക്കെതിരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ബാലവേല എന്തുകൊണ്ട് തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോട്ടയം, സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിക് കൗൺസിലർ. ചൈൽഡ് ലൈനിന്റെ ഒരു സാറ് നമുക്ക്
നമുക്കൊരു സ്പെഷ്യൽ ഡേയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക്, കോട്ടയത്ത് തന്നെയുള്ള ചൈൽഡ് ലൈൻ ഓഫീസിലേക്ക് ഓടിയെത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞ് പറയുന്നു, എന്നെ വീട്ടിലുള്ളവരെല്ലാം ഭയങ്കര ജോലി ചെയ്യിപ്പിക്കുവാന്നൊക്കെ പറയുന്നു. അപ്പം കുട്ടികൾക്ക് ഈ ബാലവേല എന്ന് പറയുമ്പോൾ കുട്ടിയോട് അത് ഇത് ചെയ്യുമെന്ന് പറയുന്നതാണ് ബാലവേല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അപ്പം എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നത് ബാലവേലയാണ് എന്ന് തമാശയ്ക്കാണെങ്കിലും പരാമർശിക്കുന്നപ്പോൾ പിന്നീട് അവർക്ക് അതൊരു വളമായി മാറുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. സോ കുട്ടികളെ എന്താണ് ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ അറിയേണ്ടത്? എന്താണ് മാതാപിതാക്കൾ എന്ത് രീതിയിലാണ് അവർക്ക് ബാലവേലയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളത്? നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നതിന് ശേഷവും, അല്ലെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വലിയ തിരിച്ചറിവുണ്ടായതിനു ശേഷം, പലപ്പോഴും എല്ലാവരുമല്ല, പക്ഷെ ചില കുട്ടികൾ ഇത്തരത്തിലുള്ള നിയമങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും മാതാപിതാക്കന്മാർ വെറുതെ ഇരുന്ന് ചില കുട്ടികൾക്ക് മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നീ എന്തെങ്കിലും അമ്മയെ സഹായിക്കുക, അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് അല്പം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറയുമ്പോൾ പലരും പറയും ഇത് ബാലവേലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാതാപിതാക്കന്മാരോട് പറഞ്ഞ് വെറുതെ ഇരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഭരണഘടനയും ഈ നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നോൺ ഹസാഡസ് ആയിട്ടുള്ള ജോലികൾ, നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ നമ്മളെല്ലാവരും ചെയ്താണ്. നമ്മുടെ സമൂഹത്തിലെ പ്രശസ്തരായിട്ടുള്ള ആളുകളുമൊക്കെ നമ്മൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വളർന്നു വരേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടിലെ മാതാപിതാക്കന്മാരെ സഹായിക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ കടമയാണ്. അതോടൊപ്പം തന്നെ, കാരണം വീട്ടിലൊക്കെ ജോലികൾ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നീട് മറ്റ് വലിയ ജോലികളിലേക്ക് ചെയ്യാനുള്ള ഒരു കഴിവും പ്രാപ്തിയൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. യെസ്, അപ്പം സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് പറയുമ്പോൾ ചൈൽഡ് ലേബർ ആണെന്ന് പറഞ്ഞത് രസകരമാണെങ്കിലും പക്ഷെ നമ്മുടെ കടമയാണ്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുന്നത് ചൈൽഡ് ലേബർ, ബാലവേലയ്ക്കെതിരെയുള്ള കാര്യങ്ങളാണ്. എന്താണ് ബാലവേല എന്തുകൊണ്ട് എതിർക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിയുന്നു SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോട്ടയം. സർ, നമ്മൾ ഇന്നത്തെ ദിവസം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈൽഡ് ലേബറിനെതിരെ സംസാരിച്ചുകൊണ്ട്, അതിനുള്ള അറിവുകൾ നമ്മൾ പകർന്നുകൊണ്ട്. കാരണം ഇന്ന് ജൂൺ 12 വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ സൊസൈറ്റിയിൽ ഇപ്പം എന്താണ് ബാലവേല എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശത്തെ, ഇപ്പം ധാർമ്മികപരമായിട്ടുള്ള അവകാശമായിക്കോട്ടെ, മാനസികപരമായിട്ടുള്ളതായിക്കോട്ടെ, ശാരീരികപരമായിട്ടുള്ളതായിക്കോട്ടെ, വൈകാരികപരമായിട്ടുള്ള അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ അവകാശമാണ് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ എന്താണ് ഈ ബാലവേല നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പോംവഴികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? പ്രധാനമായിട്ട് നമുക്കൊരു 3-4 കാര്യങ്ങളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാലവേല നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നിയമനിർമ്മാണവും. നമുക്കറിയാം ഈ ബാലവേല നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയായിട്ട് നിയമങ്ങളുണ്ട്, നിരവധി നിയമങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ നിയമത്തെ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക, സമഗ്രമായിട്ടുള്ള സംരക്ഷണവും. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ബാലവേല ചെയ്യുന്ന, നമുക്കറിയാം ബാലവേല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൂടാണ്ട് തന്നെ കുട്ടികളെ ഉപയോഗിച്ച് ബാലഭിക്ഷാടനം നടത്തുന്നവരുണ്ട്. കുട്ടികളെ കടത്തിക്കൊണ്ട് പോവുക, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സെക്സ് ഇതുള്ള ചൈൽഡ് സെക്സ് റാക്കറ്റ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള രീതികൾ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറവാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന കുട്ടികളെ വെച്ചിട്ട് കുട്ടികളെ കടത്തിക്കൊണ്ട് പോവുക, ചൈൽഡ് ട്രാഫിക്കിംഗ്, ചൈൽഡ് സെക്സ് എക്സ്പ്ലോയിറ്റേഷൻസ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ, ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് ബാലവേല നിരോധന നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാലവേലയിൽ ഈ തൊഴിൽ ദാതാക്കൾക്കൊക്കെയുള്ള ശിക്ഷ വളരെ പരിമിതമാണ്. അതിൻ്റെ ഫൈനൊക്കെ പിഴയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ, നിസ്സാരമാണ്. നമുക്കറിയാം ഈ ഡ്രഗ്സ്
ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണെങ്കിൽ പോലും ചെറിയ പൈസയുള്ളൂ, പെനാൽറ്റി വളരെ ചെറുതാണ്. പക്ഷെ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ശിക്ഷയിൽ കുറച്ചുകൂടെ ഈ പെനാൽറ്റിയുടെയൊക്കെ അളവ് കൂട്ടുകയും അതോടൊപ്പം തന്നെ പണിഷ്മെൻറ്റിൻ്റെ അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കൂട്ടേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കുറവ് ഉണ്ട്. അത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു അഭാവമുണ്ട്. അപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളെയൊക്കെ മാതാപിതാക്കന്മാർ ഇങ്ങനെ ജോലിക്ക് വിടാറുണ്ട്. അവരുടെ അടുത്തുള്ള കൃഷിയിടങ്ങളിലും മറ്റ് ഫാക്ടറികളിലും ഒക്കെ. നമുക്കറിയാം ഒരുപാട് ചെറുകിട സംരംഭങ്ങൾ ഇത്തരത്തിലുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം മാതാപിതാക്കന്മാർ കുട്ടികളെ ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളിലേക്ക് ബാലവേലയ്ക്കായിട്ട് പറഞ്ഞയക്കാറുണ്ട്. അപ്പം നല്ല നിലവാരമുള്ള സ്കൂളുകൾ വരേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല ആ സ്കൂളുകളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾ ഈ ഡ്രോപ്പ് ഔട്ട്, സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് നമ്മൾ പരമാവധി കുറയ്ക്കുക. അതോടൊപ്പം തന്നെ പരമാവധി വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ നടപ്പിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുക എന്ന് പറയുക ഓരോ കുട്ടിയുടെ അവകാശമാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ആ ഒരു അവകാശം കുട്ടിയുടെ മൗലിക അവകാശമാണ് ഈ പഠിക്കുക എന്ന് പറയുക, വിദ്യാഭ്യാസം എന്ന് പറയുക. അത് നമ്മൾ ശക്തമായിട്ട് നടപ്പിലാക്കുക. അപ്പോൾ അങ്ങനെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമുക്കറിയാം കുട്ടികൾ ഈ ബാലവേലയ്ക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം വീട്ടിലെ ഭൗതിക സാഹചര്യങ്ങളാണ്. അവൻ ജീവിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ നമുക്കറിയാം ലോകത്തിൽ മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളും അല്ലെങ്കിൽ ഒത്തിരി പട്ടിണിയും പരിവട്ടമുള്ള രാജ്യങ്ങളിലെ കുട്ടികളൊക്കെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള ബാലവേലയ്ക്കായിട്ട് പോവുക. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ലോകം മുഴുവനും ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് വരികയും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ബാലവേല ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കന്മാരുടെ ഉപജീവന മാർഗം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ തന്നെ ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങി മാതാപിതാക്കന്മാരെ എംപവർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈ ദാരിദ്ര്യം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരെ ജോലിക്ക് അയക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളെ സ്കൂളിൽ വിടുകയും മാതാപിതാക്കന്മാരെ ജോലിക്ക് വിടുകയും ചെയ്യുക. ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തുക. നമുക്കറിയാം മറ്റ് പല സംസ്ഥാനങ്ങളിലുമൊക്കെ പല മാതാപിതാക്കന്മാരും ജോലിക്കൊന്നും പോകാണ്ട് അലസരായിട്ട് നടക്കുകയാണ്. അപ്പം അതിന് പകരം കുട്ടികൾ ജോലിക്ക് പോകുന്ന സാഹചര്യമൊക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണാൻ സാധിക്കും. ഒരുപക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന നമുക്ക് ഈ ബാലവേലയെക്കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയുള്ള ഫാക്ടറികളിലുമൊക്കെ പഠിക്കേണ്ട പ്രായത്തിൽ പല കുട്ടികളും ജോലിയൊക്കെ ചെയ്ത് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന അത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ കരൾ അലിയിക്കുന്ന ഒരു കാഴ്ചയാണത്. അതോടൊപ്പം തന്നെ നാലാമതായിട്ട് ഒരു ബോധവൽക്കരണം. നമ്മൾ സമൂഹത്തിൽ മുഴുവനും വ്യാപകമായിട്ടൊരു ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. കുട്ടികൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ, അതോടൊപ്പം തന്നെ ബാലവേലയുടെ ഫലങ്ങളെക്കുറിച്ചുമൊക്കെ അത് എപ്രകാരമാണ് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുക, നമ്മുടെ സമൂഹത്തെ ബാധിക്കുക, നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുക എന്ന് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, നമ്മുടെ സമൂഹത്തിൽ മുഴുവനും, അതോടൊപ്പം ഈ തൊഴിലുടമകൾക്ക് ഇത്തരത്തിൽ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചൊരു വലിയ അവബോധം നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക സമൂഹങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്ര നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, അധ്യാപകർ, ഇവർക്ക് കൃത്യമായിട്ട് അവബോധം കൊടുക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ ബാലവേല നടക്കുന്നതായിട്ട് ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ വഴിയായിട്ട് ഈ കുട്ടികളെ നമ്മൾ അവിടുന്ന് റെസ്ക്യൂ ചെയ്യുകയും അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ തടയുവാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള അവബോധം നമ്മൾ ജനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് പുനരധിവാസവും
സാമൂഹിക സംരക്ഷണവും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. വെറുതെ ബാലവേലയിൽ ഏർപ്പെടുന്ന കുട്ടികൾ ബാലവേല തെറ്റാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഈവിളാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഈ സമൂഹം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും അവർക്കുള്ള സംരക്ഷണം, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ അവരുടെ ഭൗതിക സാഹചര്യത്തിൽ അവർക്ക് നിന്ന് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റീഹാബിലിറ്റേഷൻ, അവരുടെ തുടർ സംരക്ഷണവും സർക്കാർ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരുപാട് പേർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇപ്പം ഞങ്ങൾ ബാലവേല ഞങ്ങളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്കൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ ആ കുഞ്ഞിൻ്റെ ഭാവി രക്ഷപ്പെടുത്താനായിട്ട് എന്ത് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കുള്ള ഉത്തരവുമായിട്ട് എത്തുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് SK ജംഗ്ഷൻ. സ്പെഷ്യൽ ഗസ്റ്റായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, കോട്ടയം. സോ നമ്മൾ ഈ വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൽ ഒരു ബാലവേല കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എനിക്ക് അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കുഞ്ഞിനെ അവകാശങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ആരുടെയിലൊക്കെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള ബാലവേല നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാം. അതില്ലെങ്കിൽ ചൈൽഡ് ലൈൻ 1098 എന്ന് പറയുന്ന ചൈൽഡ് ലൈൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ ലേബർ ഓഫീസിലോ ഒക്കെ നമുക്ക് വിളിച്ച് വിവരം അറിയിക്കാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ കുട്ടിയെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് CWCയിൽ ഹാജരാക്കുകയും ചെയ്യും. ബാക്കി ഇവൻ്റെ തുടർ സംരക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം ഉറപ്പുവരുത്തുവാനായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ ശ്രമിക്കും. ഓക്കെ, അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, കോട്ടയം. സോ നമ്മളിന്ന് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചൈൽഡ് ലേബർ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം അവബോധം നമ്മൾ കൊടുക്കുന്നു. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ആളുകളെയും, ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണെങ്കിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു നിർമ്മാർജ്ജനത്തിൻ്റെ ഓരോ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാലവേല ചെയ്യുന്ന കുട്ടികളെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് അവരെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അവരുടെ ആ ഒരു സംരക്ഷണം, വിദ്യാഭ്യാസപരമായിട്ടുള്ള സംരക്ഷണമായിക്കോട്ടെ, മാനസികപരമായിട്ടുള്ള സംരക്ഷണമായിക്കോട്ടെ, അത് ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അവർക്ക് റെസ്ക്യൂവിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്താണ്? ബാലവേല നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലുള്ള ആരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈൽഡ് ലൈൻ്റെയോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൻ്റെയോ പോലീസിൻ്റെയോ ലേബർ ഓഫീസറുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം. ചിലപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചറുമായിട്ട് ചെന്ന് നമ്മൾ ആ കുട്ടിയെ റെസ്ക്യൂ ചെയ്യുകയും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അവനെ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ മെഡിക്കൽ എടുക്കുകയാണ്. മെഡിക്കലൊക്കെ എടുത്തതിന് ശേഷമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കുക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കിയതിന് ശേഷം അവൻ്റെ ഭൗതിക സാഹചര്യം എപ്രകാരമാണ് എന്ന് നമ്മൾ വിലയിരുത്തും. ഈ കുട്ടിയെ വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവിടെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമുണ്ടോ, അവന് ഭക്ഷണവും മറ്റവൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ തൃപ്തികരമാണോ എന്ന് നമ്മൾ അന്വേഷിക്കുകയും അവനോട് തന്നെ സംസാരിക്കുക. അവൻ്റെ ഉത്തമ താല്പര്യം എന്താണ്? ഒരുപക്ഷെ അവനെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവൻ ആ വീട്ടിൽ നിന്നുകൊണ്ട് തുടർന്ന് പഠിക്കുവാനുള്ളൊരു ഭൗതിക സാഹചര്യമല്ല എങ്കിൽ നമ്മളെ സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിരവധി ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓരോ ജില്ലകളിലും നിരവധി ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം അവൻ്റെ ശോഭനമായിട്ടുള്ള ഭാവിക്ക് വേണ്ടി നമ്മൾ ആ കുട്ടിയെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിർത്തി പഠിപ്പിക്കാം. അതല്ല എങ്കിൽ മാതാപിതാക്കളൊക്കെ ഉണ്ട്, അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല ഒരു സാഹചര്യമാണ് അവനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവനെ വീട്ടിലേക്ക് വിടുകയും അവൻ്റെ ഗൃഹാന്തരീക്ഷത്തിൽ മാതാപിതാക്കളോടൊപ്പം പഠിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നിരവധി പദ്ധതികളുണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ, സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് പ്രോജക്റ്റുകൾ വഴിയായിട്ട്
നമ്മൾ ആ കുട്ടിയെ സാമ്പത്തികമായിട്ടും മറ്റ് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചൈൽഡ് ലൈനും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസും എല്ലാം CWCയുടെ മേൽനോട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ തുടർ വിദ്യാഭ്യാസം 18 വയസ്സ് വരെയുള്ള അവൻ്റെ വിദ്യാഭ്യാസവും അതിനുശേഷമുള്ള അവൻ്റെ ശോഭനമായിട്ടുള്ള ഭാവിയും നമ്മൾ ഉറപ്പാക്കുന്നതായിരിക്കും. ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബാലവേല ചെയ്യുന്നത് കുട്ടികളായിരിക്കും. ഇപ്പം അമ്പലത്തിൽ ഉത്സവമായിക്കോട്ടെ, പള്ളിയിലെ പെരുന്നാളായിക്കോട്ടെ, ഇപ്പം അന്യസംസ്ഥാനത്ത് നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അവരുടെ കൂട്ടത്തിലൊക്കെ ഈ കുട്ടികളും ഉണ്ടായിരിക്കും വഴിയിലൂടെ നടന്ന് സഞ്ചരിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കണ്ടാൽ അയ്യോ ഇത് ബാലവേലയല്ലേ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സോ നമുക്ക് അതിനെതിരെ, അല്ലെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞ 1098 എന്ന നമ്പറിലേക്ക് നമുക്ക് വിളിച്ച് പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ടോ? ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം. ഈ ചൈൽഡ് ലൈൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 24 hours 24/7 ഫുൾ ടൈം ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം, റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നിന്ന് വന്നൊരു വേണേലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സംസ്ഥാനമൊന്നുമില്ല, നമ്മുടെ രാജ്യത്ത് എവിടെ ഈ ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സംവിധാനമാണ്, വലിയൊരു ശൃംഖലയാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്കറിയാം ഓരോ ജില്ലകളിലും അതിന് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം വിളിച്ചറിയിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ചൈൽഡ് ലൈൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ഈ കുട്ടിയെ റെസ്ക്യൂ ചെയ്ത് CWCയിൽ ഹാജരാക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും മറക്കേണ്ട 1098 എന്നതാണ് നമ്മുടെ ആ ഒരു നമ്പർ. ഈ നമ്പർ നമുക്ക് മനസ്സിൽ തന്നെ കുറിച്ച് വെക്കാം, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇതിനെതിരെ നമ്മൾ ചൈൽഡ് ലൈനിൽ നമ്മൾ അറിയിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിൽ ഓർക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നേരെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും ചില കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. സാറിന് ചില അനുഭവങ്ങൾ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം. SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. ഇന്ന് ജൂൺ 12 വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നുള്ളത് ലോകമെമ്പാടും ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ SK ജംഗ്ഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവ് പകരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, കോട്ടയം. സാർ, നമ്മൾ ഈ ചൈൽഡ് ലേബറിനെ കുറിച്ച്, അതിൻ്റെ എന്താണ് ചൈൽഡ് ലേബർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി അറിയേണ്ടത് സാറിൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇത്ര വർഷമായി സാറ് വർക്ക് ചെയ്യുന്നു. അപ്പം ഇതിൽ നിന്ന് ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതിലെ ഏറ്റവും കൂടുതൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനുഭവം ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാവോ? ഞാൻ സാധാരണ എവിടെ ചെന്നാലും, അത് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയാലും എവിടെ ചെന്നാലും ആദ്യം നോക്കുന്ന അവിടെ കുട്ടികൾ ഉണ്ടോ എന്നാണ്, ബാലവേല നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പതുക്കെ വാഷിങ്ങിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഞാനിങ്ങനെ അവിടെയൊക്കെ നോക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർ, അതിപ്പം ഹോട്ടലാണെങ്കിലും മറ്റ് ഇങ്ങനെ ചെറിയ പ്ലാന്റ്സ്, ചെടികളൊക്കെ ഉള്ള നേഴ്സറികളൊക്കെ ആണെങ്കിലും മറ്റു ചെറിയ ഫാക്ടറികളൊക്കെ ആണെങ്കിലും അവർ വളരെ ക്ലവറായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കുട്ടികളെ മറ്റുള്ളവർ കാണാണ്ട്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ മറ്റുള്ളവർ കാണാത്ത രീതിയിലായിരിക്കും അവരെ ജോലി ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ കിച്ചണിൻ്റെ പരിസരത്തുമൊക്കെ ഒന്ന് നോക്കുകയും, അപ്പോൾ റീസെൻ്റ്ലി അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ കോട്ടയത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞാൻ ആകസ്മികമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പയ്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ടേബിൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ തന്നെ നമ്മുടെ ചൈൽഡ് ലൈനിലെ നമ്പറിൽ വിളിച്ച് പറയുകയും റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും, അങ്ങനെ കുട്ടിയെ റെസ്ക്യൂ ചെയ്ത് നമ്മുടെ അടുത്ത് തന്നെ CWCയിൽ ഹാജരാക്കുകയും ബാക്കി അവന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് അവനിപ്പോൾ നന്നായിട്ട് പഠിച്ച് മിടുക്കനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ പറയാറുണ്ട്. ഞാനെപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ അല്പം ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോ കുട്ടിയും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികളാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 198 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ തന്നെ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നായിരിക്കും അത്. യെസ്. അപ്പം എന്തായാലും സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ ഞങ്ങളിങ്ങനെ മനസ്സിലാക്കുകയായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇതുപോലെ കാഴ്ചകൾ കാണുകയാണെങ്കിൽ
ഒട്ടും മടിച്ചിരിക്കാതെ വിളിക്കാം 1098 1098 എന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. ദിസ് ഈസ് SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ജൂൺ 12 വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു അതിശയമാണ്. അയ്യോ, കേരളത്തിൽ ചൈൽഡ് ലേബർ ഉണ്ടോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ കാണാത്ത ഒരു വശത്ത്, പ്രതീക്ഷിക്കുന്നതിലും വളരെ കുറഞ്ഞ ഒരു അളവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൈൽഡ് ലേബർ കാണുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്താണ് ചൈൽഡ് ലേബർ എന്നും ഇതിൻ്റെ എതിരെ എന്തുകൊണ്ടാണ് നിയമങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതുമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നമുക്ക് ഇത്രയും നേരം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിക് കൗൺസിലർ ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോട്ടയം. സർ, നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ് ബാലവേല, എന്തുകൊണ്ടാണ് ബാലവേല നിഷിദ്ധമാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് ബാലവേല കൊടുക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് രാജ്യം ഇതിനെ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നിയമവ്യവസ്ഥ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ മാനസികമായും ശാരീരികമായും വൈകാരികമായും ധാർമ്മികമായും ഒക്കെ എതിർത്ത് നിൽക്കുന്ന ഈ ബാലവേലയെ നമുക്ക് എങ്ങനെ ചുരത്താം, അതിനു വേണ്ടിയുള്ള നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. സോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇനി സാറിന് എന്താണ് പറയാനായിട്ടുള്ളത് ഈ ഒരു വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന ഈ ഒരു ദിവസം നമ്മൾ SK ജംഗ്ഷനിലൂടെ ആചരിക്കുമ്പോൾ? ഈ അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, മലയാളികളായിട്ടുള്ള നമ്മുടെയൊക്കെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളം, നമ്മുടെ കേരള മോഡൽ എന്നൊക്കെ അഭിമാനത്തോടുകൂടി പറയുന്നതാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് ബാലവേല നമുക്ക് ഒരു പരിധിവരെ, അല്ലെങ്കിൽ നേരത്തെ ജോ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് അപൂർവങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇടയിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ബാലവേലയിൽ ഏർപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയോ ഇവിടെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ കൊണ്ടും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്കിത് എടുത്തു മാറ്റുവാനായിട്ട് സാധിച്ചത്. എങ്കിൽ പോലും പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളുടെ കടന്നുവരവോട് കൂടിയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, കുട്ടികളെ ഈ അന്യ സംസ്ഥാനത്തു നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ വെച്ചിട്ട് ബാലവേല ചില ഇടങ്ങളിലൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വഴിയായിട്ട് പ്രത്യേകിച്ച് ചൈൽഡ് ലൈനും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസും ലേബർ ഓഫീസും പോലീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ 109, ഏറ്റവും എളുപ്പം ഇതാണ് 198 എന്ന് പറയുന്ന ചൈൽഡ് ലൈൻ്റെ നമ്പറിൽ വിളിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ നമുക്ക് ശോഭനമായിട്ടുള്ള ഒരു ഭാവി, ഒരു രാഷ്ട്രത്തെ നമുക്ക് സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം മറക്കാതിരിക്കാം 1098 എന്ന നമ്പർ. ഈ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം. നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഇക്കാര്യം അറിയിക്കാം. ആൻഡ് ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമായിരുന്നു. നമ്മുടെ ചുറ്റും നമ്മളൊരു കണ്ണ് വേണം എന്നുള്ളൊരു കാര്യം. നമ്മുടെ ചുറ്റിനും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു അവബോധം നമുക്ക് വേണം. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു അറിവ് നമുക്ക് വേണം. ഇത് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു അറിവിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ SK ജംഗ്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത് തെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് മനസ്സിലാക്കി. സാർ അത് വളരെ വ്യക്തമായും ക്ലിയർ ആയിട്ടും പറഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ അവകാശമാണ്, അല്ലെങ്കിൽ നിർബന്ധിതവുമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ് എന്നുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. 89.6 FM സർഗക്ഷേത്ര.